ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നവരെ സംബന്ധിച്ച് ഏറ്റവും റിസ്ക് കുറഞ്ഞ രീതിയിൽ നിക്ഷേപം നടത്താൻ സാധിക്കുന്ന ഒരു ടൂളാണ് സ്മോൾ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മോൾ കേസ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ഐഫോണിൻ്റെ ആപ്പ് സ്റ്റോറിലും നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ മൊബൈൽ ആപ്പിലേക്ക് ഈ സ്മോൾ കേസിനെ ലിങ്ക് ചെയ്തുകൊണ്ടും നമുക്ക് റിസ്ക് കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് സ്മോൾ കേസിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് സ്മോൾ കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു തീം ബേസ്ഡ് ആയിട്ട് കുറേ അധികം സ്റ്റോക്കുകളെ നമുക്ക് ചെറിയൊരു എമൗണ്ടിന് വാങ്ങാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് ETF-കളിൽ നിക്ഷേപിച്ചാൽ പോരെ എന്നൊരു സംശയം ഉണ്ടാവും. ETF എന്ന് പറയുന്നത് പോലെയല്ല. ഇതിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് വളരെ പോർട്ട്ഫോളിയോ എന്ന രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ റിസ്ക് കുറവാണെന്നുള്ളതാണ്. ETF-കളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഒന്നിലധികം ETF-കളെ നമുക്ക് ഈ സ്മോൾ കേസ് വഴി ഒറ്റ സ്മോൾ കേസിൽ വാങ്ങാൻ പറ്റും എന്നുള്ളതും, അതുപോലെ തന്നെ 50 അതിൽ കൂടുതലോ സ്റ്റോക്കുകളെ ഒരുമിച്ച് നമുക്കൊരു സ്മോൾ കേസ് എന്ന് പറയുന്ന ഒരു ബാസ്ക്കറ്റിനകത്താക്കിയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഈ സ്മോൾ കേസ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്മോൾ കേസ് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതിനുശേഷം എങ്ങനെയാണ് നമ്മുടെ ബ്രോക്കറുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്, സ്മോൾ കേസ് ആപ്ലിക്കേഷനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ഈ സ്മോൾ കേസ് ആപ്ലിക്കേഷനകത്ത് കാണാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽ ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റും. മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു ലോക്കിംഗ് പീരീഡ് ഉണ്ടാവും, അതുപോലെ എക്സിറ്റ് ലോഡ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്കുകൾ കുറേയധികം വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ചാർജസുകളും ഒരുപാട് കൂടുതലായിരിക്കും. പക്ഷേ നമുക്ക് ഈ സ്മോൾ കേസിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് കുറവാണെന്നതുപോലെ തന്നെ നമുക്ക് ചാർജും വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റോക്കും വാങ്ങുന്നതിൻ്റെ ചാർജൊന്നും ഈ സ്മോൾ കേസിനകത്ത് വരില്ല. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മോൾ കേസ് എന്ന് പറയുന്നത് ഓരോ പോർട്ട്ഫോളിയോകൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലിഷ്ടമുള്ള ഒരു പോർട്ട്ഫോളിയോ നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിൽക്കാനും പറ്റും. ആ പോർട്ട്ഫോളിയോയ്ക്കകത്തുള്ള സ്റ്റോക്കുകളെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളതാക്കി മാറ്റാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും നമുക്ക് പ്രശ്നങ്ങളും വരുന്നില്ല. ചാർജസും കുറവാണെന്നുള്ളതാണ് സ്മോൾ കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ വീഡിയോ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ എങ്ങനെയാണ് സ്മോൾ കേസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നമ്മൾ സ്മോൾ കേസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടും. അല്ല എങ്കിൽ നമുക്ക് ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നമുക്ക് സ്മോൾ കേസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇതുപോലെയാണ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻ്റർഫേസ് ഇതുപോലെ ആയിരിക്കും വരുന്നത്. സ്മോൾ കേസ് ലോഡായി വരും. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തുടങ്ങാം. ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് ലിങ്ക് ചെയ്യണം. അപ്പോൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് ലിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഗെറ്റ് OTP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് അപ്പോൾ OTP വരും. ആ OTP നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത് നമ്മുടെ പേരൂടെ ചോദിക്കും. അപ്പോൾ നമ്മൾ പാൻ കാർഡിലുള്ള നെയിം തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. അതിനുശേഷം കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ താഴെയുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ നമുക്ക് അതിനുശേഷം നോക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വരും. അത് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ആയിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എന്താണ് വാട്ട് ആർ ദ സ്മോൾ കേസ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വിവരണം അവരവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓവർവ്യൂ, ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്കവിടെ കാണാൻ പറ്റും. ഇവിടെ മെയിൻ ഇൻ്റർഫേസിൽ തന്നെ നമുക്ക് കുറേയധികം പോർട്ട്ഫോളിയോകൾ അല്ലെങ്കിൽ സ്മോൾ കേസ് ബാസ്ക്കറ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ എമൗണ്ടൊക്കെ നോക്കി നമുക്ക് എത്ര രൂപയാണുള്ളത് ആ എമൗണ്ടിനനുസരിച്ചുള്ള ഏതെങ്കിലും സെക്ടറുകളിലുള്ള ബാസ്ക്കറ്റുകൾ അല്ലെങ്കിൽ സ്മോൾ കേസ് നമുക്ക് സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് തന്നെ. അപ്പോൾ നമുക്കതിന് മുൻപേ ഏറ്റവും മുകളിൽ വലത് സൈഡ് നമ്മുടെ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ താഴെ കണക്റ്റ് ബ്രോക്കർ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് ബ്രോക്കറുടെ ആപ്പാണ് ഉപയോഗിക്കുന്നത്, ഗ്രോ ആണോ, ഏഞ്ചൽ ഒന്നാണോ, അല്ലെങ്കിൽ അപ്സ്റ്റോക്സ് ആണോ, സർവോദയാണോ, ഏത് ആപ്പാണെങ്കിലും നമുക്കവിടെ അവൈലബിൾ ആണ്.
അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയധികം ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ സാധാരണ ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് കാണിക്കുന്നത് ഏഞ്ചൽ ലോണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വെബ്സൈറ്റ് വഴി നമ്മുടെ ഏഞ്ചൽ ലോൺ ആപ്പിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറിൻ്റെ ആപ്പിൻ്റെ യൂസർ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി ലിങ്ക്ഡ് ആണ്, അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടി വരാത്തത്. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വാലറ്റിലുള്ള പൈസ ഒക്കെ നമുക്കവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നേരിട്ട് ഇനി ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോക്ക് വാങ്ങാനും ബാസ്ക്കറ്റുകൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ എമൗണ്ട് നമുക്കവിടെ കാണാൻ പറ്റും, എത്ര രൂപയാണ് നമ്മുടെ ബ്രോക്കർ അക്കൗണ്ടിലുള്ളതെന്നും നമുക്കിനി മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഏത് ആപ്പാണ് ഏത് ബ്രോക്കറാണ് ലിങ്ക് ചെയ്തിട്ടുള്ള ഡീറ്റെയിലും ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ചില ബ്രോക്കർമാർ ഇതിന് സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവർക്കാണെങ്കിൽ ഇത് ചില കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. സാധാരണഗതിയിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പോർട്ട്ഫോളിയോകൾ അല്ലെങ്കിൽ സ്മാൾ കേസുകളൊക്കെ വാങ്ങാൻ പറ്റും. ഇതാണ് ഓരോ തീം ബേസ്ഡ് ആയിട്ടുള്ള മെയിൻ ഇൻ്റർഫേസിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇവിടെ നമുക്ക് താഴെ രണ്ടാമത് സെർച്ച് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടം പോലെ സ്മാൾ കേസുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയിട്ട് ടോപ്പായിട്ടുള്ള 100 സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വെറും 3416 രൂപ കൊണ്ട് ഒരു സ്മാൾ കേസ് വാങ്ങാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എത്ര ശതമാനമാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് പെർഫോം ചെയ്ത് കൊടുക്കുന്നത്, അതായത് റിട്ടേൺ കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റും. താഴെ ലോഡ് മോർ സ്മാൾ കേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ താഴെ സെൻട്രലായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. നമ്മൾ വാങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ്, ETF സ്റ്റോക്കുകളുടെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ കാണുന്നതിന് ഇമ്പോർട്ട് ആൻഡ് ഹോൾഡിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു ബ്രോക്കറുടെ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ ആപ്ലിക്കേഷൻ എന്തെങ്കിലും പണിമുടക്കിയാലും നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യാത്ത സമയത്ത് പോലും നമുക്ക് ഇതിൽ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്നും മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നും നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റും എന്നുള്ളതും ഇതിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ ഏറ്റവും താഴെ വലത് സൈഡിൽ നിന്ന് രണ്ടാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്മാൾ കേസ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളെയൊക്കെ പണയം വെച്ച് നമുക്ക് ലോൺ എടുക്കാനുള്ള സംവിധാനവും ഇവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ 10.75% ഇൻട്രസ്റ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്ന, ലോൺ എടുത്തുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ലാസ്റ്റ് കുറച്ച് പുതിയ ഒരു സ്മാർട്ട് ഫോളിയോ അല്ലെങ്കിൽ സ്മാൾ കേസ് അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ നമുക്കിവിടെ സ്വന്തമായിട്ട് തന്നെ സ്മാൾ കേസിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല പോർട്ട്ഫോളിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ അത്തരത്തിലൊരു സ്മാൾ കേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്കത് വാങ്ങാം. അപ്പോൾ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും ചിലവ് കുറഞ്ഞിരിക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു ഗുണമാണ്. ഇനി നമുക്ക് അത്തരത്തിലുള്ള സ്റ്റോക്കൊക്കെ കണ്ടുപിടിക്കാനും നമുക്ക് ഇതിൻ്റെ സ്ക്രീനറിലേക്ക് പോയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളൊരു ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ഉപയോഗിക്കുക. വളരെ ദീർഘകാലത്തേക്ക്, അതായത് ലോങ് ടൈമിലേക്കൊക്കെ ഒരുപാട് സ്റ്റോക്കുകൾ വാങ്ങി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ വളരെയധികം യൂസ്ഫുൾ ആണ്. അതുപോലെ നമ്മുടെ ഏതെങ്കിലും ഏഞ്ചൽ വണ്ണോ ഗ്രോ ആപ്പോ അല്ലെങ്കിൽ സറോദ പോലെയുള്ള ആപ്ലിക്കേഷനകത്ത് വഴിയും നമുക്ക് ഈ സ്മോൾ കേസിലേക്ക് ലിങ്ക് ചെയ്ത് വന്ന് നമുക്ക് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ലോങ് ടൈമിലേക്കുള്ള പോർട്ട്ഫോളിയോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യമെല്ലാം നമുക്ക് ഇതുപോലെ നോക്കാനും പറ്റും. തീർച്ചയായിട്ടും ഇത് ഉപയോഗപ്പെടുത്തുക. നമുക്ക് ചിലവ് കുറച്ച്, റിസ്ക് കുറച്ച്, കൂടുതൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ സ്ഥിരതയാർന്നൊരു റിട്ടേൺ നമുക്ക് കിട്ടുന്നതിന് ഇത്തരത്തിലുള്ള ടൂളുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആരെങ്കിലും സ്മോൾ കേസ് എന്താണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്താണ് സ്മോൾ കേസ്, എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മുടെ വെബ്സൈറ്റിലുള്ളതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ്.